മെയ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ തൊഴിലാളി ദിനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് അതല്ലേ ഇപ്പോൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ അപ്പോഴും മുതലാളിമാർ പലതരത്തിലാണ് തൊഴിലാളി മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അന്റോണിയോ ഗ്രാംഷി എന്ന ചിന്തകനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഗ്രാംഷി ഇറ്റാലിയൻ ചിന്തകനാണ്. അപ്പോൾ അന്റോണിയോ ഗ്രാംഷിയുടെ ഒരു ആശയമുണ്ട്, ഹെജിമണി എന്നുള്ളതാണ്. ആധിപത്യം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ യഥാർത്ഥത്തിൽ ആധിപത്യം എന്നല്ല, അധീശത്വം എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സ്ഥാപിച്ചെടുക്കുന്നത്? നിങ്ങൾക്ക് ഒരാളെ ചങ്ങല കാണിച്ചും ആയുധങ്ങൾ കാണിച്ചും ചാട്ടവാറ് കാണിച്ചും അടിമകളെ സൃഷ്ടിക്കാം. പക്ഷേ അത് മർദ്ദന ഉപകരണങ്ങൾ വഴിയുള്ള അടിമത്തമാണ്. യഥാർത്ഥത്തിൽ ആധുനിക കാലത്ത് അങ്ങനെ ആരെയും നിയന്ത്രിക്കുന്നില്ല. ആയുധം വെച്ചുകൊണ്ട് പണിയെടുക്കാൻ പറഞ്ഞാലും പണിയെടുക്കില്ല. പക്ഷേ ആയുധമില്ലാതെ തന്നെ തൊഴിലാളിയുടെ സമ്മതത്തോടു കൂടി ആ അധീശത്വം സ്ഥാപിക്കാൻ കഴിയുന്നു എന്നാണ് അന്റോണിയോ ഗ്രാംഷി പറയുന്നത്. അതെങ്ങനെയാണെന്നൊരു സംശയം ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ പറയാം. നമ്മുടെ വീട്ടിൽ നിന്ന് പാതിരായിക്കും ഭർത്താവോ അല്ലെങ്കിൽ സഹോദരിയോ ഒക്കെ അയ്യോ എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്ത് ഓഫീസിലേക്ക് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെൻ്റെ ഉത്തരവാദിത്വമാണെന്നും അത് ഞാൻ സ്വമേധയാ ഏറ്റെടുത്തിരിക്കുന്ന തൊഴിലാണെന്നും കരുതി അയാൾ മുതലാളി പറയാതെ തന്നെ തൊഴിലാളി ആ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് കൺസെൻറ്റോടു കൂടിയുള്ള, സമ്മതത്തോടു കൂടിയുള്ള ഒരു കീടങ്ങൾ എന്ന് പറയുന്നത്. ആ സമ്മതത്തോടു കൂടിയുള്ള കീടങ്ങളാണ്. ആ ഹെജിമണി പൂർത്തിയാകുമ്പോഴാണ് തൊഴിലാളിക്ക് ജീവിതം നഷ്ടമാകുന്നത് എന്നാണ് അന്റോണിയോ ഗ്രാംഷി പറയുന്നത്. ശരിയാണ് അല്ലേ? ഒരർത്ഥത്തിൽ നമ്മളിൽ പലരും അങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കുന്നു? 24/7 തൊഴിലാളിയായി ജീവിക്കുമ്പോൾ ബാക്കിയുള്ള സമയം, നിങ്ങൾക്ക് അവകാശപ്പെട്ട സമയം ആരപഹരിക്കുന്നു? മെയ് 1 ഒരു ഓർമ്മപ്പെടുത്തലാണ്.